ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസവും ആദരവും കാത്തു സൂക്ഷിക്കേണ്ടത് അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയുടെ രണ്ടാം ദിനം പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട സെഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സംസ്ഥാനത്ത് നിപ വ്യാപനത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. പാലക്കാട് സമ്പർക്ക പട്ടികയിലെ 9 പേരുടെ സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവ്. സസ്പെൻഷനെതിരെ കേരള സർവകലാശാല രജിസ്ട്രാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പിൻവലിച്ചു. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയെ മികവിന്റെ പാതയിലേക്ക് നയിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസവും ആദരവും കാത്തുസൂക്ഷിക്കേണ്ടത് അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. കളമശ്ശേരി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങി. ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയ ശേഷം നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് അദ്ദേഹം മടങ്ങിയത്. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയുടെ രണ്ടാം ദിനം പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട സെഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത അദ്ദേഹം അവതരിപ്പിക്കും. സെഷനിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി ബ്രസീലിന്റെ തലസ്ഥാനമായ ബ്രസീലിയയിലേക്ക് പുറപ്പെടും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും തമ്മിൽ 4 ധാരണാപത്രങ്ങളിൽ ഒപ്പുവെക്കുമെന്ന് ബ്രസീലിലെ ഇന്ത്യൻ അംബാസഡർ ദിനേശ് ഭാട്ടിയ വ്യക്തമാക്കി. സംസ്ഥാനത്ത് നിപ വ്യാപനത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഇന്ന് പാലക്കാട് അവലോകന യോഗം ചേർന്നു. പാലക്കാട് നിപ സ്ഥിരീകരിച്ച യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണെന്ന് മന്ത്രി അറിയിച്ചു. രോഗവ്യാപനം തടയുന്നതിന് മുൻഗണന നൽകിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും ശ്രീമതി വീണ ജോർജ് പറഞ്ഞു. അതേസമയം പാലക്കാട് ജില്ലയിൽ നിലവിൽ ഒരാൾ മാത്രമാണ് നിപ സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളതെന്നും സമ്പർക്ക പട്ടികയിലെ 9 പേരുടെ സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവാണെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. സാധ്യതാ ലിസ്റ്റിൽ ഉള്ള 4 പേർ ഐസൊലേഷനിൽ തുടരുന്നുണ്ട്. 208 പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർ 2921 വീടുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ തച്ചനാട്ടുകര ഭാഗത്ത് 7 പിക്കറ്റ് പോയിന്റും കരിമ്പുഴ ഭാഗത്ത് 3 പിക്കറ്റ് പോയിന്റും ഏർപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. ജില്ലയിലെ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം നടന്നു. മൃഗസംരക്ഷണ വകുപ്പും ജില്ലാതല കോർ കമ്മിറ്റി മീറ്റിംഗ് നടത്തി. സംസ്ഥാനത്ത് നിപ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും എത്തുന്ന ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ സഹായം ഉറപ്പാക്കണമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. ഇത് സംബന്ധിച്ച് എല്ലാ സർക്കിൾ ചീഫ് കൺസർവേറ്റർമാർക്കും ഡിഎഫ്ഒമാർക്കും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നിർദ്ദേശം നൽകി. വവ്വാലുകളുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ച് അവയിൽ നിന്നും സാമ്പിൾ ശേഖരിക്കുന്നതിനാണ് സംഘം എത്തുന്നത്. നിപ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ കനത്ത ജാഗ്രത തുടരുന്നു. മക്കരപ്പറമ്പ്, കൂട്ടിലങ്ങാടി, കുറുവ, മങ്കട പഞ്ചായത്തുകളിലെ 20 വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോണുകൾ. മാസ്ക് ധരിക്കണമെന്നും കൂട്ടം കൂടുന്നത് ഒഴിവാക്കണമെന്നും കർശന നിർദ്ദേശമുണ്ട്. വീടുകളിലെ സന്ദർശനവും പനി സർവേലൻസും തുടരുകയാണ്. കൂടുതൽ ICU ഐസൊലേഷൻ സൌകര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം രൂക്ഷമായതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സംഘർഷത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തൊടുപുഴ ജില്ലാ ആശുപത്രിയിലേക്ക് BJP നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. സസ്പെൻഷനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാർ പിൻവലിച്ചു. തന്നെ ജോലിയിൽ തിരിച്ചെടുത്തെന്ന് രജിസ്ട്രാർ കോടതിയെ അറിയിച്ചു. തുടർന്ന് ഹർജി പിൻവലിക്കാൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് അനുമതി നൽകുകയായിരുന്നു. അതേസമയം രജിസ്ട്രാറുടെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയതിലും തിരികെ ചുമതലയേറ്റതിലും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ റിപ്പോർട്ട് തേടി. താൽക്കാലിക VC സിസ തോമസിനോടാണ് ഗവർണർ റിപ്പോർട്ട് തേടിയത്.
മുന്നേറ്റത്തിന്റെ പാതയിലുള്ള കേരളത്തിലെ സർവകലാശാലകൾക്ക് വിലങ്ങുതടിയായി വൈസ് ചാൻസലർമാർ നിൽക്കരുതെന്ന് മന്ത്രി ആർ ബിന്ദു. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് നടപടി അഭിനന്ദിച്ച മന്ത്രി താൽക്കാലിക വൈസ് ചാൻസലർമാർ സ്വീകരിക്കുന്ന തീരുമാനങ്ങൾ സർവകലാശാലകളെ തകർക്കുന്നതാണെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു. സെക്യുലർ ആയിട്ടുള്ള ഒരു സർവകലാശാല കമ്മ്യൂണിറ്റിക്ക് മാത്രമേ എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാൻ സാധിക്കൂ. സർവകലാശാലയിലെ എല്ലാ ജീവനക്കാരുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മൊറൽ തകർക്കുന്ന നിലയിൽ താൽക്കാലിക വൈസ് ചാൻസലർമാർ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരള സർവകലാശാലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സിൻഡിക്കേറ്റ് അംഗങ്ങൾ വളരെ കാര്യക്ഷമമായി ഇടപെട്ടതിന്റെ ഭാഗമായി കൂടിയാണ് NIRF റാങ്കിങ്ങിൽ 9ാമത് സ്ഥാനം പിടിക്കാൻ കേരള സർവകലാശാലയ്ക്ക് കഴിഞ്ഞത്. സർവകലാശാലകളെ സംഘർഷഭരിതമാക്കുന്നത് വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും ഒരുപോലെ ആശങ്കയിലാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഉപരിപഠനത്തിനായി കേരളത്തിലെ കുട്ടികൾ അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും പോകുന്നതിന് കാരണം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിലവാര തകർച്ചയാണെന്നും കുട്ടികളുടെ ഭാവി മറന്നുള്ള രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ മികവിന്റെ പാതയിലേക്ക് നയിക്കാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പഠന നിലവാരം ഉയർത്താനും കുട്ടികളുടെ സമഗ്ര വികാസം ഉറപ്പാക്കാനും നിരവധി സുപ്രധാന തീരുമാനങ്ങൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസത്തിന്റെ നിലവാരം കൂടുതൽ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ 2024-25 അധ്യയന വർഷം മുതൽ 8ാം ക്ലാസ്സിലും തുടർന്ന് 5 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലും സബ്ജക്ട് മിനിമം നടപ്പിലാക്കിയിട്ടുണ്ടെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന് നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്ന കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം KTAP പദ്ധതിക്ക് കണ്ണൂരിൽ തുടക്കമായി. കാർഷിക മേഖലയിൽ ഗവേഷണം നടത്തുന്ന സ്ഥാപനങ്ങളുടെ 189ഓളം നൂതന സാങ്കേതിക വിദ്യകൾ കർഷകർക്കും സംരംഭകർക്കും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് KTAP. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഡയബറ്റിക് ഇൻസ്റ്റന്റ് കേക്ക് മിക്സ്, തേൻ ഉൽപ്പന്നങ്ങൾ, ഹൈ പ്രോട്ടീൻ ലഘുഭക്ഷണങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന 150 ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ സംരംഭകർക്ക് തയ്യാറാക്കാനുള്ള പരിശീലനം ഇതിലൂടെ ലഭ്യമാക്കും. കാർഷിക മേഖലയിൽ പുതിയ ആശയങ്ങളിലൂടെയും സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലൂടെയും സുസ്ഥിര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് KTAP പദ്ധതിക്ക് തുടക്കമിടുന്നത്. ഈ വർഷം ആരംഭിക്കുന്ന K-Live+, വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ്, ന്യൂട്രി പാലറ്റ് എന്നീ പദ്ധതികൾക്കും സാങ്കേതിക വിദ്യ മുതൽക്കൂട്ടാകും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മുതൽ ഈ മാസം 11 വരെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതു ഇടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കണം. കർണാടക തീരത്ത് മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ആദ്യകാല പ്രമുഖ ആകാശവാണി കലാകാരിയും ഗായികയും ചലച്ചിത്ര നടിയുമായിരുന്ന CS രാധാദേവി അന്തരിച്ചു. 94 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് രാത്രി പുത്തൻകോട്ട ശ്മശാനത്തിൽ നടക്കും. പത്തനംതിട്ട കോന്നി പയ്യനാമണ്ണിൽ കോറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് പാറയും മണ്ണും ഇടിഞ്ഞു വീണ് ഒരു മരണം. ഒഡീഷ സ്വദേശികളായ 2 അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഹിറ്റാച്ചിയിൽ കുടുങ്ങിയത്. മരിച്ചയാളുടെ മൃതദേഹം പുറത്തെടുത്തു. കുടുങ്ങിക്കിടക്കുന്ന മറ്റൊരാൾക്കായി അഗ്നിരക്ഷാ സേനയുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടന്നുവരികയാണ്. NDRF സംഘം സംഭവസ്ഥലത്തേക്ക് ഉടനെത്തുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. നാളത്തെ ബസ് സമരം ഒഴിവാക്കാൻ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ നാളെ സംസ്ഥാന വ്യാപകമായി സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ അറിയിച്ചു. ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ മന്ത്രി KB ഗണേഷ് കുമാർ ബസ് ഉടമകളുമായി വീണ്ടും ചർച്ച നടത്തും. മന്ത്രിതല ചർച്ചയും പരാജയപ്പെട്ടാൽ ഈ മാസം 22 മുതൽ അനിശ്ചിതകാല ബസ് സമരം നടത്താനാണ് സ്വകാര്യ ബസ് ഉടമകളുടെ തീരുമാനം. വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സൂചനാ പണിമുടക്ക് നടത്തുന്നത്. അതേസമയം സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്ന സാഹചര്യത്തിൽ KSRTCയുടെ മുഴുവൻ ബസ്സുകളും നാളെ പൂർണ്ണതോതിൽ പ്രവർത്തനം ഉറപ്പാക്കണമെന്ന് എല്ലാ യൂണിറ്റുകൾക്കും അധികൃതർ നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസവും ആദരവും കാത്തുസൂക്ഷിക്കേണ്ടത് അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയുടെ 2ാം ദിനം പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട സെഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സംസ്ഥാനത്ത് നിപ വ്യാപനത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. പാലക്കാട് സമ്പർക്ക പട്ടികയിലെ 9 പേരുടെ സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവ്. സസ്പെൻഷനെതിരെ കേരള സർവകലാശാല രജിസ്ട്രാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പിൻവലിച്ചു.
സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയെ മികവിന്റെ പാതയിലേക്ക് നയിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.